കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായി. അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് പെനാടി വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഒന്ന് പോയി നോക്കാൻ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു മെസ്സേജ്. അപ്പോൾ തന്നെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി. ഈ ഒരു സ്ഥലം നമുക്ക് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പോകുന്നത് നീണ്ടകര വഴിയാണ്. നീണ്ടകരയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ പെനാടി വെറ്റ്ലാൻഡിലേക്ക് പോവാം. നീണ്ടകര അറിയാത്തവർക്കായിട്ട് പറയാം, ആലപ്പുഴ ജില്ലയിലെ എഴുപുന്ന എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന് വളരെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നീണ്ടകര. ഫാമിലിയായിട്ടൊക്കെ വന്ന് ഒരുപാട് നേരം നമുക്ക് ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഈ നീണ്ടകര എന്ന് പറയുന്നത്. ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. കുട്ടികൾക്കും മുതിർന്നവർക്കായിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള ചെറിയ ചെറിയ ഷോപ്പുകളും അതുപോലെ തന്നെ ഹോട്ടലുകളും ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ യാത്ര ശരിക്കും പെനാടി വെറ്റ്ലാൻഡ്സിലായിട്ട് കാണും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വന്ന സ്ഥിതിക്ക് ഈ വഴി പോകുന്ന സ്ഥിതിക്ക് ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഓർത്തിട്ടാണ് നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ചെറിയ കുട്ടികളുടെയൊക്കെ വരുന്നവർ കുട്ടികളൊന്നും ശ്രദ്ധിക്കുന്നുണ്ട്. റോഡിൻ്റെ തൊട്ടരികത്ത് തന്നെയാണ് ഈ ഒരു പാത്ത് ഉള്ളത്. എപ്പോഴും വണ്ടി പോകുന്ന റൂട്ട് തന്നെയാണിത്. ഇനി നമുക്ക് നേരെ പെനാടി വെറ്റ്ലാൻഡിലേക്ക് പോവാം. ഞാൻ വന്നിട്ടുള്ളത് എഴുപുന്ന സൈഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ തന്നെയാണ് പോകാനുള്ളത്. നേരെ പോയിട്ട് ഫസ്റ്റ് റൈറ്റിലേക്കുള്ള റോഡിലോട്ടാണ് നമുക്ക് കയറേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു സ്ഥലം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാണ്ട് പോയെന്നൊരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ ഇവിടെയുള്ള മിക്ക സ്ഥലങ്ങളിലും നമ്മൾ പോകണമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട്, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് എങ്ങനെയാണെന്ന് ശരിക്കും അറിയില്ല. നീണ്ടകര നമുക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലോട്ട് എത്താം. പെനാടി വെറ്റ്ലാൻഡ്സ്, പെനാടി മുട്ട എന്നൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ആ കാണുന്നൊരു ചെറിയൊരു ദ്വീപ് പോലെയാണ്. അതിൽ ചെറിയ വീടോ കാര്യങ്ങളോ എന്തോ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഒച്ചയും ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു ഭയങ്കര ശാന്തതയായിട്ടുള്ളൊരു സ്ഥലം. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഒരുപാട് വീടുകൾ ഇവിടെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യാത്രയാണ് ഈ ഒരു റോഡിൽ കൂടി പോകുന്നത് കേട്ടോ. റൈറ്റ് സൈഡിൽ ഫുള്ള് വീടുകളും അതുപോലെ തന്നെ കായൽ സൈഡിൽ ചൂണ്ടയിടാനായിട്ടൊക്കെ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് ചൂണ്ടയിടുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഈ പോണ വഴിക്ക് തന്നെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ഈ സ്ഥലത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഷട്ടർ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഇവിടെ. അത് നല്ല ഭംഗിയാണ് ആ ഒരു ബ്രിഡ്ജ് കാണാനായിട്ട്. സിറ്റിയിലൊക്കെ തിരക്കും ബഹളവും അതിൻ്റെ കിടക്കുന്നൊക്കെ ഒരു സമാധാനമായിട്ട് കുറച്ച് നേരം ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഫാമിലി എന്ന് തന്നെയല്ല, ഒരുപാട് വേളയിൽ നിന്നൊക്കെ മാറി, ജോലി തിരക്കിൽ നിന്നൊക്കെ മാറി കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നമ്മുടെ മിക്ക വീഡിയോ സ്ഥലങ്ങളും അങ്ങനത്തെ ആയിരിക്കും നമ്മൾ കാണിച്ചിട്ടുള്ളത്. എനിക്കെന്തായാലും ഈ ഒരു സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ട്. എനിക്ക് ആ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വിട്ട ആ ഒരു ഫ്രണ്ടിനുണ്ടെങ്കിൽ വളരെ നന്ദിയുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ തന്നെയാണ് കേട്ടോ. ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കമ്പാവലയും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് പാടം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഈ ഒരു സ്ഥലം കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലീസ് കിഡ്സൊക്കെ ആയിട്ട് വന്ന് ഈ ഒരു സ്ഥലം കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്.
ഇനി ഇങ്ങോട്ട് വരാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ ഒന്നും കൂടി വഴി പറഞ്ഞു തരാം. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ എഴുപുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് നീണ്ടകര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. നീണ്ടകര എന്ന് നേരെ നമ്മൾ തീരദേശ റോഡിലോട്ട് പോണ വഴിക്ക് തന്നെ ആ റൂട്ടിലോട്ട് പോകുമ്പോൾ തന്നെ ഫസ്റ്റ് റൈറ്റിലോട്ട് ഒരു റോഡ് ഉണ്ടാവും. ആ റോഡ് കയറി അറ്റെത്തുന്നത് ഈ ഒരു ലൊക്കേഷനിലോട്ടാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരിക. തീർച്ചയായിട്ടും നമ്മളോട് പോയി വിസിറ്റ് ചെയ്ത് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.